ആദ്യമായിട്ട് ഇവിടെ പൂപ്പൊലി കാണാൻ പോവാണ് കേട്ടോ. വയനാട് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് പൂപ്പൊലിൻ്റെ സമയത്ത് ഞാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ അത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും പോവാണ് കേട്ടോ. രാത്രി ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് അവിടെ കറങ്ങാനൊക്കെ കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, പകൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കെട്ടിയവനിക്ക് ഫ്രീ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ രാത്രി പോകുന്നത് കേട്ടോ. രാത്രി ആയതുകൊണ്ട് പിന്നെ ഇട ദിവസം ആയതുകൊണ്ടും വലിയ തിരക്കുണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോക്കകത്ത് ഇവിടെ കാലുകുത്താൻ സ്ഥലമില്ലാത്തത്. പക്ഷേ ഇന്ന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒത്തിരി നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ എല്ലാതൊന്നും കണ്ടിട്ടില്ല, കുറച്ച് ദൂരം മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇടയ്ക്കിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നു. അപ്പോൾ ഞാനിതേ നമ്മുടെ കോഴിയട വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിപ്സ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കെട്ടിയൊരു പുസ്തകപ്പുഴ ആയതുകൊണ്ട് കുറച്ചധികം ബുക്ക്സ്, എനിക്ക് തോന്നുന്നു 2000 രൂപേൻ്റെ മേലെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ വായിക്കുക, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ കുറേ നാളായിട്ട് ഞാൻ വായിക്കലില്ല. പിന്നെ ഇതേ മോൾക്ക് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്താ, ഫുഡ് കഴിക്കുക. കണ്ട ഫുഡ് മുഴുവൻ വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പാനിപ്പൂരി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും ടേസ്റ്റുള്ള പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പാനിക്ക് എന്ത് ടേസ്റ്റാണെന്നറിയോ, അടിപൊളിയായിരുന്നു. ശരിക്കും ഒന്നും കൂടെ പോയിട്ട് കഴിക്കണമെന്ന് തോന്നി കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ കയറിപ്പോയി കഴിക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ചു. അതുപോലെ തന്നെ നമ്മൾ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ പായസവും ബോളിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കുട്ടികളെ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഗെയിംസും ഇതിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആകാശത്തൊട്ടിലൊക്കെ കയറി എൻജോയ് ചെയ്ത് നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തേലൊക്കെ കയറുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വരിക ചെയ്ത്. വരുന്ന വഴി കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.